നമുക്കറിയാം, അതിർത്തിയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യ ചൈന ധാരണയായത് ആഴ്ചകൾക്ക് മുമ്പാണ്. എങ്കിലും പൊതുവെ വിശ്വസിക്കാൻ കൊള്ളാത്ത ചൈന ഏത് നിമിഷവും നിലപാട് മാറ്റുമെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അതുകൊണ്ടാണ് നിരീക്ഷണം കൈവിടാതെ അവിടെ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതിനിടെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിൽ എത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർവ്വസ്ഥിതിയിലേക്കാൻ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയയുമായി നിർണായകമായ ചർച്ചകളാണ് നടത്തിയത്. എങ്കിലും ഇപ്പോഴും ഇന്ത്യയുടെ നിരീക്ഷണം ഈ മേഖലയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഭീഷണിയായി നിൽക്കുന്നത് പാകിസ്ഥാനാണ്. കണ്ണു തെറ്റിയാൽ ഈ രണ്ടു രാജ്യങ്ങളും മറ്റേത് രാജ്യങ്ങളെക്കാളും അപകടം ഇന്ത്യക്ക് വരുത്തിവെക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടങ്ങളിൽ ഒരു ഇല അനങ്ങിയാൽ അറിയാൻ കെൽപ്പുള്ള റഡാർ സംവിധാനങ്ങളെ കുറിച്ച് ഇന്ത്യ ആലോചിച്ചത്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കുതിക്കുകയാണെന്നത് ഇന്നത്തെ ഏത് കൊച്ചു കുട്ടികൾക്കും അറിയാം. കൂടാതെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി മികച്ച സൗഹൃദവും ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രു രാജ്യങ്ങൾ പോലും ഇന്ത്യക്കെതിരെ ആയുധമെടുക്കാൻ ഇന്ന് അമാന്തം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഇന്ത്യക്ക് പ്രതിരോധ രംഗത്തുള്ള മികവ് കൂടിയാണ് എന്നതിൽ സംശയമില്ല. GDP-യിൽ 3-ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് ഇന്ത്യ. ഇന്ന് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യ അതിവിശ്വസ്ത സൗഹൃദ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ വാങ്ങുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റഷ്യ എന്ന് എല്ലാവർക്കും അറിയാം. റഷ്യയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും മികച്ച ഒരു പ്രതിരോധ സംവിധാനം വാങ്ങാനൊരുങ്ങുകയാണ് ഇന്ത്യ. മറ്റൊന്നുമല്ല, റഷ്യയുടെ മുൻകൂർ മുന്നറിയിപ്പ് റഡാർ സംവിധാനമായ വെറോണിഷ് സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വെറോണിഷ് റഡാറുകൾ വാങ്ങാനുള്ള സുപ്രധാന കരാറിൽ ഇന്ത്യ ഒപ്പുവയ്ക്കാൻ തയ്യാറെടുക്കുന്നത്. റഷ്യയുടെ റഡാർ സംവിധാനം സ്വന്തമാക്കാൻ $4 ബില്യൺ ഇന്ത്യ ചെലവിടുക. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിനിടെയാണ് ഈ കരാറിൽ ഒപ്പുവയ്ക്കാൻ ധാരണയാകുന്നത്. 8000 കിലോമീറ്റർ വരെ ഡിറ്റക്ഷൻ റേഞ്ചുള്ള വെറോണിഷ് റഡാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ആഭ്യന്തരമായി നിർമ്മിക്കുമെന്നാണ് സൂചന. റഷ്യയിലെ അൽമാസ് ആന്റി കോർപ്പറേഷൻ നിർമ്മിച്ച വെറോണിഷ് റഡാർ സംവിധാനത്തിന് ഒരേ സമയം 500-ലധികം വസ്തുക്കളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വിക്ഷേപണമോ ആക്രമണമോ ഉണ്ടായാൽ അത് വെറോണിഷ് റഡാർ കണ്ടെത്തും. ബാലിസ്റ്റിക് മിസൈലുകൾ, ഭൂഖണ്ഡാന്തര മിസൈലുകൾ എന്നിങ്ങനെയുള്ളവയുടെ വൻതോതിലുള്ള വിക്ഷേപണം പോലെയുള്ള ഭീഷണികൾ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് ഈ റഡാർ സംവിധാനങ്ങളുടെ പ്രധാന ജോലി. വെറോണിഷിന്റെ നിരീക്ഷണ പരിധി 10,000 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാൻ സാധിക്കും. എങ്കിലും കൃത്യമായ വിവരങ്ങൾക്ക് പരമാവധി 8,000 കിലോമീറ്ററും തിരശ്ചീനമായി 6,000 കിലോമീറ്ററുമാണ് നിരീക്ഷണ പരിധി. ലോകത്തുള്ള ഏത് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളെയും കണ്ടെത്താനുള്ള സംവിധാനമാണ് വെറോണിഷ് എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. അടുത്തിടെയാണ് ചൈനയുടെ സ്റ്റെൽത്ത് ഫൈറ്റർ J-35A വാങ്ങാൻ പാകിസ്ഥാൻ നീക്കം നടത്തുന്നുണ്ടെന്ന വാർത്ത പുറത്തു വന്നത്. ചൈന സ്വന്തമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് J-35A. വിമാനവാഹിനികളിൽ നിന്ന് ഉൾപ്പെടെ പറന്നുയരാനും ലാൻഡ് ചെയ്യാനും ശേഷിയുണ്ട് ഇതിന്. അത്യാധുനിക ഏവിയോണിക് സംവിധാനങ്ങളുള്ള J-35A-യിൽ റഡാർ നിരീക്ഷണത്തിൽ പെടാതെ പറക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുണ്ടെന്നാണ് ചൈനയുടെ വാദം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന വെറോണിഷിന്റെ സവിശേഷതകൾ ചർച്ചയാകുന്നത്. ഭൗമ ബഹിരാകാശ വസ്തുക്കളും അവശിഷ്ടങ്ങളും നിരീക്ഷിച്ചു കണ്ടെത്താനുള്ള റഡാറിന്റെ കഴിവ് ISROയ്ക്കും സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ISRO തയ്യാറാക്കുന്ന സുപ്രധാന ബഹിരാകാശ പദ്ധതിയിൽ ഉൾപ്പെടെ നിർണായക പങ്ക് വഹിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞേക്കും. റഷ്യൻ സൈന്യം 2012 മുതൽ ഈ റഡാർ ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്ട് 10ഓളം വെറോണിഷ് റഡാർ സംവിധാനങ്ങൾ റഷ്യയിലുടനീളം വിന്യസിച്ചിട്ടുണ്ട്. ഇവയുടെ നവീകരിച്ച പതിപ്പാണ് ഇന്ത്യ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. ഇതിന് ICBM-കളെ കുറിച്ചുള്ള പൂർണ്ണമായ ഡാറ്റയും ബഹിരാകാശത്ത് ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളെ കുറിച്ചുള്ള ധാരണയും നൽകാൻ കഴിയും.
ഇന്ത്യയും റഷ്യയും തമ്മിൽ കുറച്ചു കാലമായി ഇതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കരാർ അന്തിമമായാൽ നൂതന റഡാർ സംവിധാനം കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലായിരിക്കും സ്ഥാപിക്കുക. അതിനുവേണ്ട സ്ഥലം സർവേ നടത്തിയതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നൂതനവും അതീവ രഹസ്യവുമായ പ്രതിരോധ ബഹിരാകാശ സൗകര്യങ്ങൾ ഇതിനകം തന്നെ ചിത്രദുർഗയിലുണ്ട് എന്നതിനാലാണ് വെറോണിഷിനെയും ഇവിടേക്ക് എത്തിക്കുന്നത്. വെറോണിഷ് റഡാർ ശ്രേണിയിൽ 4 വ്യത്യസ്ത വകഭേദങ്ങളുണ്ട്. ഒന്ന് വെറോണിഷ് M, അതായത് VHF ബാൻഡ്. ഈ റഡാറുകൾ ഇടത്തരം ദീർഘദൂര ബലിസ്റ്റിക് മിസൈലുകളുടെ ദീർഘദൂര കണ്ടെത്തലിനായി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു. കൂടാതെ വിശാലമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളാനും സാധിക്കും. 2 വെറോണിഷ് DM UHF ബാൻഡ്. ചെറിയ ലക്ഷ്യങ്ങൾക്ക് മെച്ചപ്പെട്ട റെസല്യൂഷനും ട്രാക്കിംഗ് കൃത്യതയും നൽകുന്നു. വിവിധ ആകാശ ഭീഷണികൾക്കെതിരെ റഡാറിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നു. 3 വെറോണിഷ് CM, അതായത് L ബാൻഡ്. മെച്ചപ്പെടുത്തിയ പ്രെസിഷൻ ട്രാക്കിംഗ്, ക്ലട്ടർ റിജക്ഷൻ കഴിവുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 4 VHF UHF കഴിവുകൾ സംയോജിപ്പിച്ച സമഗ്രമായ ഭീഷണി കണ്ടെത്തുന്നതിന് ആസൂത്രണം ചെയ്ത നവീകരണങ്ങളെയാണ് വെറോണിഷ് VP എന്ന് സൂചിപ്പിക്കുന്നത്. കർണാടകയിലെ ചിത്രദുർഗയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന റഡാർ വെറോണിഷ് M റഡാർ ആകാനാണ് സാധ്യതയെന്നാണ് യൂറേഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റഡാർ സംവിധാനം ഏറ്റെടുത്താൽ ഏഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ഇന്ത്യയുടെ നിരീക്ഷണ ശേഷി ഗണ്യമായി മെച്ചപ്പെടും. പ്രാദേശികവും ആഗോളവുമായ വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളും ഇത് വർദ്ധിപ്പിക്കും. പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് വെറോണിഷ് റഡാറുകൾ വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നത്. ഏതാണ്ട് 10ഓളം വെറോണിഷ് റഡാർ സംവിധാനങ്ങൾ റഷ്യയിലുടനീളം വിന്യസിച്ചിട്ടുണ്ട്. ഇവയുടെ നവീകരിച്ച പതിപ്പാണ് ഇന്ത്യ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ റഷ്യ നൂതന സാങ്കേതിക വിദ്യയ്ക്ക് വിപണി കണ്ടെത്തുന്നത് വിജയിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ പ്രചാരണങ്ങളുടെ മുനയൊടിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഇത് തിരിച്ചടിയാകും. റഷ്യയിൽ നിന്ന് ഇന്ത്യ റഡാർ സംവിധാനം വാങ്ങുന്നത് കേവലം സൈനിക ശക്തി നവീകരിക്കാൻ മാത്രമല്ല, അതിനുമപ്പുറം ഒരു രാഷ്ട്രീയ പ്രസ്താവന കൂടിയാവുകയാണത്. ഈ കരാറുമായി മുന്നോട്ട് പോകുന്നതിലൂടെ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ ഇന്ത്യ പരസ്യമായി ധിക്കരിക്കുകയും പാശ്ചാത്യ സമ്മർദ്ദം അവഗണിച്ച് തങ്ങളുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ പിന്തുടരുമെന്ന സൂചന നൽകുകയുമാണ് ചെയ്യുന്നത്. നന്ദി.